വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞാണ്. 2022 ഒക്ടോബർ 22-നായിരുന്നു സംഭവം. പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസാണ്. കേരളം നടുങ്ങിയ കേസാണ്. വിഷ്ണുപ്രിയ കേസിൽ ശ്യാംജിത്തിനെ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. വിവരങ്ങളുമായി ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞിട്ടാണ് വിധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഉത്തരവിലുള്ളത്? വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഈ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നതാണ്. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് ഇപ്പോൾ ഈ ശ്യാംജിത്തിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്താണ് ശിക്ഷ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വാദം ആരംഭിക്കും. ആ വാദത്തിന് ശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ എന്തായിരിക്കും ശിക്ഷ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ ഈ വധശിക്ഷ തന്നെ വേണമെന്നതാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വാദിച്ചിട്ടുള്ളത്. മിനിമം ജീവപര്യന്തം, മാക്സിമം പണിഷ്മെന്റ്, അതായത് വധശിക്ഷ നൽകണം എന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ വാദത്തിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ വളരെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 ഒക്ടോബർ 22-നായിരുന്നു ഈ പറയുന്ന വിഷ്ണുപ്രിയ പാനൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്ത് ശ്യാംജിത്ത് ആ വീട്ടിൽ കയറി ആദ്യം തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കഴുത്തറക്കുക മാത്രമല്ല, കാലിലെയും കയ്യിലെയും ഞരമ്പുകളടക്കം മുറിച്ച് മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരുന്നത്. ശ്യാംജിത്തും വിഷ്ണുപ്രിയയും നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആ സൗഹൃദം ഭേദിച്ച് മറ്റൊരാളുമായി വിഷ്ണുപ്രിയ ബന്ധത്തിൽ തുടർന്നതാണ് ഏറ്റവും പ്രധാനമായും പ്രകോപനത്തിനിടയാക്കിയത് എന്നതാണ് ശ്യാംജിത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും ശ്യാംജിത്തിനോട് കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആദ്യം ചോദിച്ചിരുന്നു വിധി പ്രസ്താവനത്തിന് മുമ്പ്. പക്ഷേ ഒന്നും പറയാനില്ല എന്നതാണ് കോടതിയിൽ വെച്ച് ശ്യാംജിത്ത് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൊലക്കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തമോ അല്ലെങ്കിൽ അതിനപ്പുറം വധശിക്ഷയോ ലഭിക്കാനുള്ള കുറ്റമാണ്. ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷാവിധിയായിരിക്കും അല്പസമയത്തിനകം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഏതായാലും ഇതിൽ കൃത്യമായ ആസൂത്രണം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അടക്കം പറയുന്നത് അഞ്ചാം പാതിര സിനിമയെ ഓർമ്മിപ്പിക്കും വിധം ആ രീതിയിൽ ഒരു കൃത്യമായ പ്ലാനിങ് ഈ കൊലപാതകത്തിന് മുമ്പ്, അതായത് ഫെലിക്സ്, വളരെ ആസൂത്രിതമായി, ഇതൊരു പെട്ടെന്നുള്ള ഒരു തർക്കത്തിലോ അല്ലെങ്കിൽ ഒരു ഇമോഷന്റെ പുറത്തോ അല്ല, അതിക്രൂരമായി അതിനിശിതമായി നടപ്പാക്കിയ ഈ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെ പ്ലാനിങ്ങോടെ നടപ്പാക്കിയതാണെന്നാണോ പ്രോസിക്യൂഷൻ തെളിയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായ ആസൂത്രണം നടന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കൃത്യമായി ഇതിൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കൊലപാതകം നടത്താൻ ഈ ശ്യാംജിത്ത് തീരുമാനിച്ച ശേഷം പാനൂരിലെ ഒരു കടയിൽ പോയി ചുറ്റിക വാങ്ങിയ ശേഷം സ്വന്തമായി കത്തി ഉണ്ടാക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തൊരു കൃത്യമായ പ്ലാനിങ് നടത്തിയാണ് ഈ വീട്ടിലേക്ക് ശ്യാംജിത്ത് പോകുന്നത്. അങ്ങനെ വീട്ടിൽ അവിടെ എത്തി കൃത്യം നടപ്പിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൃത്യമായ പ്ലാനിങ് ഇതിലുണ്ടായിരുന്നു. അതായത് പോലീസ് പറയുന്നത് അഞ്ചാം പാതിര സിനിമയെ ഓർമ്മിപ്പിക്കും വിധം ഈ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി കൃത്യമായ പ്ലാനിങ് നടത്തി, ആസൂത്രണം നടത്തി, കയ്യുറയടക്കം ധരിച്ച്, ഒപ്പം താനല്ല പ്രതി എന്ന് തെളിയിക്കാനായി അവിടെ ഒരു ബാർബർ ഷോപ്പിൽ പോയി അല്പം മുടി കൊണ്ടുവന്നു. ഒപ്പം തന്നെ മുളക് പൊടിയും കയ്യിൽ കരുതി എന്നതാണ്. അങ്ങനെ ആ മുടി അവിടെ വിതറിയിരുന്നു. പക്ഷേ കൃത്യമായി ഇത് കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്, ഈ കൊലപാതകത്തിനായി ശ്യാംജിത്ത് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ വിഷ്ണുപ്രിയ മറ്റൊരു ഫോൺ കോളിലായിരുന്നു. ആ സുഹൃത്തുമായി ഫോൺ കോൾ ചെയ്യുന്ന സമയത്താണ് ഈ ശ്യാംജിത്ത് എത്തുന്നത്. ആ സമയത്ത് ഈ സുഹൃത്തിനോട് ശ്യാംജിത്ത് വരുന്നുണ്ട് എന്ന് വിഷ്ണുപ്രിയ പറയുകയുണ്ടായി. അങ്ങനെയാണ് ആ സുഹൃത്ത് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രതിയാണ് ശ്യാംജിത്താണെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ തെളിവിലേക്ക് പോലീസ് എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിധി കേൾക്കാനായി ശ്യാംജിത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വിഷ്ണുപ്രിയയുടെ കുടുംബം, അമ്മയും സഹോദരിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. യാതൊരു കൂസലും ശ്യാംജിത്തിന് ഉണ്ടായിരുന്നില്ല. അന്ന് കേട്ടത് പോലീസ് അടക്കം നമ്മളോട് അന്ന് ആ സംഭവ സമയത്ത് പറഞ്ഞത്, അതായത് ശ്യാംജിത്ത് പറഞ്ഞിരുന്നു എന്നതാണ്. അതായത് 12 വർഷം അല്ലെ മാക്സിമം 14 വർഷമാണ് ജീവപര്യന്തം കിട്ടുക, അത് കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാലോ. അതുകൊണ്ട് യാതൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഷമമോ ഒന്നും തന്നെ കാണിച്ചില്ല. യാതൊരു കൂസലും ഇല്ലാതെയാണ് ശ്യാംജിത്ത് കോടതിയിലെത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ ശിക്ഷ എന്തായിരിക്കുമെന്നാണ്. പ്രോസിക്യൂഷൻ മാക്സിമം പണിഷ്മെന്റ് നൽകണം. കാരണം അതിക്രൂരമായ കൊലപാതകമാണ്. 29 മുറിവുകൾ ഈ വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതിൽ 10 മുറിവുകളും
വിഷ്ണുപ്രിയ മരിച്ചതിന് ശേഷമാണ് എന്നതാണ്. അതായത് മരിച്ചതിന് ശേഷവും അതിക്രൂരമായ രീതിയിൽ പെരുമാറാൻ ശ്യാംജിത്ത് തയ്യാറായി എന്നതാണ്. അതായത് കൈവിരലുകൾ, കയ്യിലെ ഞരമ്പുകൾ, കാലിലെ ഞരമ്പുകൾ, കഴുത്ത് അറുത്ത് കളഞ്ഞു, ഒപ്പം തന്നെ തലയ്ക്കടിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായി ഒരു തരത്തിലും ജീവനോടെ തിരിച്ചു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഈ കൊലപാതകം നടത്തിയെന്നതാണ് അതിക്രൂരമായ എന്താ പറയാ അതിഭീകരമായ കൊലപാതകം എന്ന് പറയാം. നമുക്ക് അത്രയും ഒരു ക്രിമിനൽ മൈൻഡ് നമുക്ക് ഈ കുറ്റവാളിയിൽ കാണുകയും ചെയ്യാം.